എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ വിഷുവിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പ്രാവശ്യം വിഷു സ്പെഷ്യലായിട്ടുള്ള ഒരു പായസമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്താണെന്നല്ലേ, വിഷു സ്പെഷ്യൽ പഞ്ചാമൃതം പായസം. അപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരേ രീതിയിലുള്ള പായസമൊക്കെ തന്നെയായിരിക്കും കുടിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ വെറൈറ്റി ആയിട്ട് കുടിച്ചിട്ടില്ലാത്ത, അധികമാരും ഉണ്ടാക്കിയിട്ടില്ലാത്ത ഈ ഒരു പായസം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനുവേണ്ടി ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുപയറിൻ്റെ പരിപ്പൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ചെറുപയർ പരിപ്പ് ഇട്ടതുകൊണ്ട് ഇത് ചെറുപയറിൻ്റെ പായസമാണെന്ന് വിചാരിക്കരുത് കേട്ടോ. ഇനിയുണ്ട് നമുക്ക് ഇതിലൂടെ ചേരുവകൾ ചേർക്കാൻ വേണ്ടി. അതിലൊരു കൂട്ടം മാത്രമാണിത്. അപ്പം പയർ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ സാധാരണ പരിപ്പ് പായസത്തിനൊക്കെ എടുക്കുന്നത് പോലെ തന്നെ അതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു 2 സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്യൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും ഇതിനകത്തേക്ക് ഒരു 2 സ്പൂൺ തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കുകയാണ്. തേങ്ങാക്കൊത്ത് ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഒരുപാട് മൂത്ത് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കൊന്ന് കോരിയെടുക്കാം. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ അണ്ടിപ്പരിപ്പാണ്. അണ്ടിപ്പരിപ്പ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഈ പ്രാവശ്യത്തെ വിഷുവിന് എന്താണേലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പായസം സൂപ്പർ ടേസ്റ്റാണ്. അണ്ടിപ്പരിപ്പ് ഒരു 1/4 ഭാഗം ഫ്രൈ ആയി വന്നപ്പോഴത്തേനും അതിനകത്തേക്ക് 1 സ്പൂൺ മുന്തിരി കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുന്തിരിക്ക് നമുക്കറിയാമല്ലോ അധികം സമയമൊന്നും വേണ്ടാത്തതുകൊണ്ട് തന്നെയാണ് ഈ അണ്ടിപ്പരിപ്പിനോടൊപ്പം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒപ്പമല്ല, അണ്ടിപ്പരിപ്പ് ഒരു 1/4 ഭാഗം ആയതിനു ശേഷം വേണം നമുക്ക് മുന്തിരി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കോരി എടുത്തിട്ടുണ്ട്. ഇനി നുറുക്ക് ഗോതമ്പാണ്. ഒരു 1/4 കപ്പ് നുറുക്ക് ഗോതമ്പ്. നമ്മൾ ഉപ്പുമാവിനൊക്കെ ഉപയോഗിക്കുന്ന നുറുക്ക് ഗോതമ്പാണ്. അത് ഞാൻ നന്നായിട്ടൊന്ന് കഴുകി അരിപ്പയിൽ വെച്ചിട്ട് വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്തതാണ്. അതും ഈ നെയ്യിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതിൽ നൈസായിട്ടുള്ള നമുക്ക് ഗോതമ്പിൻ്റെ നുറുക്ക് കിട്ടുമല്ലോ. അതാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം ഇതുപോലെ നെയ്യിൽ ഫ്രൈ ആക്കിയതിന് ശേഷം 2ാം പാൽ ഒഴിച്ച് വേവിച്ച് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചെറുപയറിൻ്റെ പരിപ്പാണ് ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത്. പരിപ്പിന് ഇച്ചിരി വേവുണ്ട്. നുറുക്ക് ഗോതമ്പ് ഒരു ലേശം വലുതായതുകൊണ്ട്, ഒരുപാട് വലുതല്ല, എന്നാലും ഉപ്പുമാവ് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിച്ചിട്ട് കൊടുത്ത് ഒന്നിച്ച് വേകാൻ വേണ്ടി. തീരെ നൈസാണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് തന്നെ വേവിച്ചെടുക്കണം. ഇതിൽ നൈസ് ഒരെണ്ണമുണ്ടല്ലോ. തേങ്ങയുടെ 3ാം പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 2 തേങ്ങ എടുത്തതിൻ്റെ 1ഉം 2ഉം 3ഉം പാലെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 3ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ 3 പഴമാണ് എടുത്തിരിക്കുന്നത്, മൈസൂർ പൂവൻ. അപ്പോൾ ഈ പഴം എന്തിനാണെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. പായസത്തിൽ ഇടാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒരു സ്പൂണോ ഫോർക്കോ വെച്ച് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരു 4 ആണി വെല്ലമാണ് ഞാൻ ഉരുക്കിയെടുത്തിരിക്കുന്നത്. ഉരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് പൊടിച്ചോ ചീവി ഇതിനകത്ത് ചേർത്താൽ മതിയാവും കല്ലില്ലെങ്കിൽ. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ചുക്ക് പൊടിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചുക്ക് ഇതുപോലെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാനൊന്ന് അരയില വെച്ച് ചതച്ച് പൊടിച്ച് എടുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കുകയത്. ഡയറക്റ്റ് മിക്സിയിൽ പൊടിച്ചെടുക്കാൻ നല്ല പണിയുണ്ട് കേട്ടോ. ആ ഒരു 1/4 ടീസ്പൂൺ ചുക്ക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 നുള്ളു ഉപ്പും കൂടിയാണ്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി വെക്കുക. അപ്പം പഞ്ചാമൃതം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പും നുറുക്ക് ഗോതമ്പും വെന്തോ നോക്കാം. അപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പം ഒരു 5 മിനിറ്റ് സമയത്ത് വേവും കൂടെ ബാക്കിയുണ്ടായിരുന്നു. പരിപ്പ് നമ്മൾ വറുത്തെടുത്തുകൊണ്ട് തന്നെ അറിയാലോ ഒരു അല്പം കൂടെ വേവാനുണ്ട്, ഇച്ചിരി വേവുണ്ട്. കുക്കറിൽ ഇടുകയായിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്നായേനെ. ഒരു 3 വിസിൽ വെച്ചാൽ മതി കുക്കറിൽ. അപ്പോൾ പെട്ടെന്നാകും. ഒരു 5 മിനിറ്റ് സമയം കൂടെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന
ആ പഞ്ചാമൃതക്കൂട്ടും അതുപോലെ തന്നെ രണ്ടാം പാലുമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. രണ്ടാം പാൽ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചാമൃതമാണ്. അതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് പാലൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക, രണ്ടാം പാൽ. അപ്പോൾ ഇത് തിളച്ചൊക്കെ വരുമ്പോഴത്തേനും ഇച്ചിരി കൂടെ കുറുകി വരും. ഇനി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച് നന്നായി വന്നിട്ടുണ്ട്. ഇതാ തിളച്ചപ്പോഴത്തേനും കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ്. ഒന്നാം പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട, നന്നായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാവും. ഗ്യാസ് ഓഫ് ചെയ്യണം ഒന്നാം പാൽ ഒഴിച്ചിട്ട്. അപ്പോൾ ഒന്നാം പാലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം കൂടിയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി. അപ്പം ഇത്രയേ ഉള്ളൂ. സൂപ്പർ സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഞ്ചാമൃതം പായസമാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക. ഈ പ്രാവശ്യത്തെ വിഷുവിന് നിങ്ങൾ സർപ്രൈസായിട്ട് നിങ്ങളുടെ വിരുന്നുകാർക്കും മക്കൾക്കും വീട്ടുകാർക്കും എല്ലാം ഇതുപോലത്തെ ഒരു സൂപ്പർ കിടുക്കാച്ചി പായസം ഉണ്ടാക്കി കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.